അസ്സലാമലൈക്കും. ദാ വീടിൻ്റെ ഫൈനൽ ലുക്ക് കണ്ട നോക്ക്. ഇതാണ് എൻ്റെ വീട്. ഞാൻ നിങ്ങളുടെ അടുത്ത് ഇതുവരെ. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. മസൂറ ഫാത്തിമ നജിലയാണ് യഥാർത്ഥ പേരെന്ന് ഇപ്പൊ അറിയുന്ന കേട്ടോ. ഞാൻ മസൂറ മകളുടെ പേരാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരുന്നു. ഇന്നലെ മെനിഞ്ഞാന്ന് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അവരെ പുതിയൊരു വീട് പാല് കാച്ചാൻ പോകും, നാളെയാണ് പാല് കാച്ച് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അവർക്ക് കിട്ടിയ സമ്മാനങ്ങളെല്ലാം കാണിച്ചുകൊണ്ട് നമ്മളൊരു വീഡിയോ ഇട്ടു. ഇന്ന് സ്വന്തം വീട് പരിചയപ്പെടുത്തിക്കൊണ്ട് മസൂറ മറ്റൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതായത് നിജില ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് സത്യം പറഞ്ഞാൽ ആ വീഡിയോ കാണുമ്പോൾ നമുക്ക് വളരെ സന്തോഷം തോന്നും. അതിനേക്കാൾ ഉപരി എനിക്ക് സന്തോഷം മറ്റു ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് ആദ്യം പറയാം. അതിനുശേഷം നമുക്ക് ഈ വീഡിയോയെ കുറിച്ച് സംസാരിക്കാം. അതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇതെന്റെ സെക്കൻഡറി ചാനൽ, എന്റെ മെയിൻ ചാനൽ രാഷ് ടോക്സ് നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഇതെന്റെ സെക്കൻഡറി ചാനലാണ്. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സഹായിക്കുക, കൂടെ നിൽക്കുക, ഇത്രയേ ഉള്ളൂ. അപ്പോ എന്തായാലും ഈ പറയുന്ന നിജില എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു വീട് ഇട്ടുണ്ട്. ആ വീടിനെ കുറിച്ച് നല്ല സൂപ്പർ വീടാണ്. നാളെയാണ് പാല് കാച്ച്. ഇന്ന് മൂത്ത ആ പയ്യന്റെ എന്തോ സുന്നത്ത് കല്യാണം എന്തോ ആണ് ഇന്ന്. അപ്പോൾ വീട് സൂപ്പർ വീട്. ഏതാണ്ട് 850 870 അങ്ങനെ എന്തോ പിന്നെ സ്ക്വയർ ഫീറ്റ് ഉള്ള വീട്. നല്ല സാമാന്യം വലിയ വീട്, സൂപ്പറായിട്ട് സുന്ദരമായിട്ട് നല്ല ഭംഗിയുള്ള, ദൈവം അനുഗ്രഹിച്ചാൽ അള്ളാഹു അനുഗ്രഹിച്ചു കൊടുത്ത വീട് പോലെ ഇരിക്കുന്നുണ്ട്. പലരും ഒരുപാട് പേര് സഹായിച്ച് അത് പറയുന്നുണ്ട്. ഈ പറയുന്ന നിജിലയുടെ ഒരു പ്ലസ് പോയിന്റ് എല്ലായ്പ്പോഴും പറയുമ്പോഴും അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ദുആ എടുത്തുകൊണ്ട് പറയുന്നവരെ സഹായിച്ചവരെല്ലാരെയും ഇപ്പോഴും എന്ത് ചെയ്യുന്നു, വളരെ നന്ദിയോടുകൂടി പറയുന്ന ഒരു നിജിലയെ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. ആ വീഡിയോയെ കുറിച്ച് നമുക്ക് പറയാം. എനിക്ക് ഇവിടെ എടുത്തു പറയാനുള്ള മറ്റൊന്ന് കേസാണ്. തൊട്ട് മുമ്പ് എന്തോ ഈ നിജില ഇട്ട ഒരു വീഡിയോക്കകത്ത് ഷാജി വന്നൊരു കമന്റ് ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ നോക്കിയിട്ട് കണ്ടില്ല. എനിക്ക് ഒന്ന് രണ്ട് പേര് അയച്ചു തന്നതാണ്. ഷാജി ഇങ്ങനെ കമന്റ് ഇട്ടിട്ടുണ്ട്, മാപ്പ് പറഞ്ഞുകൊണ്ടുള്ള ഒരു കമന്റ് ഇട്ടിട്ടുണ്ട് എന്നൊക്കെ ഞാൻ ഞെട്ടി. മാപ്പ് പറഞ്ഞുകൊണ്ട് കമന്റ് ഇട്ടു. അപ്പൊ ഷാജിക്ക് തിരിച്ചറിവൊക്കെ വന്നോ എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ വന്നു. ഷാജി ഒരു കമന്റ് ഇട്ടിട്ടുണ്ട്. ആ കമന്റ് ഞാൻ വായിക്കും. ആദ്യം വായിച്ചിട്ട് നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. ഷാജി പറയുന്നത് എങ്ങനെയാണ്: നിങ്ങളെ എനിക്ക് ഇഷ്ടമാണ്, ഒരു ദേഷ്യവും ഇല്ലാട്ടോ. എന്തെങ്കിലും പറഞ്ഞ് സങ്കടമായിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടണം കേട്ടോ. അപ്പൊ നിങ്ങളെ എനിക്ക് ഇഷ്ടമാണ്, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് സങ്കടമായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കല്, പൊരുത്തപ്പെടണം എന്ന് പറഞ്ഞുകൊണ്ട് ഷാജി ഒരു കമന്റ് ഇട്ടിട്ടുണ്ട്. ഞാൻ വളരെ നല്ല രീതിയിൽ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഷാജിദ ഇതൊക്കെ നമ്മുടെയൊക്കെ ഒരു അഹങ്കാരമായിട്ട് വന്നു. ഇതൊക്കെ മറന്നുകൊണ്ട് എന്ത് ചെയ്യാം, നമ്മളെല്ലാം മറന്നുകൊണ്ട് ഒരു മാപ്പ് ചോദിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. ഇവിടെ ഷാജി വന്ന് തന്റെ അഹങ്കാരങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഈ പറയുന്ന നിജിലയ്ക്ക് വന്നൊരു കമന്റ്, എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്, ഞാൻ ചെയ്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക എന്നുള്ളത് ഷാജിദ പറഞ്ഞ് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഇതാണ് ഷാജിദ വേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കഴിഞ്ഞ വീഡിയോയിലെ പറഞ്ഞല്ലേ, കുട്ടികളെല്ലാം ചേർന്ന് നിർത്തിക്കൊണ്ട് പഴയ ഷാജിദയായിട്ട് തിരിച്ചു ഒരു താങ്കൾക്ക് ഉയർച്ചയുണ്ടാവും. ഇപ്പൊ ഇവിടെ നോക്കൂ, ഷാജിദ വഴിയാണ് ഈ പറയുന്ന നിജില അല്ലെങ്കിൽ മസൂറ ഫാത്തിമ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ഇതിലേക്ക് ഈ ഏതാണ്ട് 90% ആൾക്കാരും അറിഞ്ഞത്. അതുപോലെ തന്നെ താങ്കളെയും അറിഞ്ഞത് എങ്ങനെയാണ്, ഈ ഷാജിദയും പറഞ്ഞ ഇതുപോലെ പല റിയാക്ഷൻ ചാനലുകളും ഇട്ടുകൊണ്ടാണ് ഷാജിദയും എന്ത് ചെയ്തത്, ഷാജി എന്ന് പറയുന്നത് യൂട്യൂബ് ചാനൽ. അങ്ങനെയാണ് ഷാജിക്ക് എന്ത് ചെയ്തു, സബ്സ്ക്രൈബേഴ്സ് കൂടിയത്. അതുപോലെ തന്നെയാണ് ഇവിടെയും ആരാണ് ഈ മസൂറ ഫാത്തിമ എന്ന് പറയുന്ന ചാനലായാലും ഞാൻ ഉൾപ്പെടെ അറിയുന്നത് താങ്കളുടെ വീഡിയോയിൽ താങ്കൾ ആ കൊച്ചിനെ കുറിച്ച് പറയുന്നത് കേട്ടിട്ടാണ് ഞാൻ അറിഞ്ഞത്. അതിനുശേഷം ആ കുട്ടിയുടെ എളിമ, ആ കുട്ടിയുടെ പിന്നീട് ആ ഒരു എല്ലാവരുടെ സ്നേഹത്തോടെ ആ കഷ്ടപ്പാടും ഇതെല്ലാം കണ്ടുകൊണ്ട് ആൾക്കാർ ഇങ്ങനെ വരികയാണ്. അവർക്കൊരു ടപ്പേനെ ഷാജിദയ്ക്കൊരു വീട് കിട്ടും മുമ്പേ അവർക്കൊരു വീട് കിട്ടി. അത് പലരും പറയുന്നുണ്ട്. ആ ഒരു വാഷ് ബേസിൻ ആയിക്കോട്ടെ, ഹാൾ ആയിക്കോട്ടെ, കഥ ആയിക്കോട്ടെ, എല്ലാം ഇന്ന ആൾക്കാർ പിന്നെ സഹായിച്ചതാണെന്ന് പറഞ്ഞുകൊണ്ടിട്ട വീഡിയോ. പക്ഷെ എനിക്കിവിടെ ഞെട്ടിച്ചത് മറ്റൊരു കേസാണ്. ഞെട്ടിച്ചത് ഈ ഷാജി ഇട്ട കമന്റിന് മറുപടി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ നജില മറുപടി കൊടുത്തിട്ടുണ്ട്. നജില കൊടുത്ത മറുപടി ഇങ്ങനെയാണ്: പൊന്നെ വിഷമിക്കല്ലേ, നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നു, മക്കളെയും സ്നേഹിക്കുന്നു, വിഷമിക്കല്ലേ, മാപ്പ്. ഇവിടെയാണ് നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഈ നജില എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിയെ ഞാൻ സമ്മതിച്ചു കൊടുത്തു. കാരണം ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് കൂടി തന്നെ ഇത്രയും തന്റെ ചാനൽ വരെ എന്ത് ചെയ്യും, ഡിലീറ്റ് ചെയ്ത് കളയും, സ്ട്രൈക്ക് അടിച്ച് പിന്നീട് നശിപ്പിച്ചു കളയും എന്ന് പറഞ്ഞ ഒരാളാണ് ഷാജിദ വന്നൊരു മാപ്പ് പറഞ്ഞപ്പോ അവിടെ അഹങ്കാരത്തിന്റെ ഒരു ചെറിയ കണിക പോലും കാണിക്കാതെ വന്ന് പറയുകയാണ്, ഒരു പ്രശ്നമല്ല, എനിക്ക് നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്
ഞാൻ തിരിച്ചു മാപ്പ് ചോദിക്കുക, ഞാൻ എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് മാപ്പ് തരണം എന്ന് പറഞ്ഞ ആ ഒരു വലിയ മനസ്സിന് വീണ്ടും ഒരു കയ്യടി കൊടുക്കണം. ഞാൻ ഈ പറയുന്ന നജിലയെടുത്ത് കഴിഞ്ഞ മുമ്പത്തെ വീഡിയോ ഞാൻ പറഞ്ഞു, ഒരിക്കലും ഒരു അഹങ്കാരം വരാതിരിക്കട്ടെ. അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ എന്തില് ആദ്യം പറയാനെന്താണ്, എനിക്ക് ഈ ഒരു ചർച്ചയൊക്കെ ഉണ്ടാകുമ്പോൾ എനിക്ക് എന്റെ മനസ്സിൽ അഹങ്കാരം തോന്നാതിരിക്കട്ടെ എന്നാണ് പ്രാർത്ഥിക്കുക. അഹങ്കാരം തോന്നിയാൽ തീർന്നു. അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലാവുന്നത് ഷാജിദ് ഈ പറയുന്ന നജിലയ്ക്ക് ഒരു തരി പോലും അഹങ്കാരം ഇല്ലെന്ന് മാത്രമല്ല, എന്ത് ചെയ്തു, വളരെ സ്നേഹത്തോടു കൂടി ഈ പറയുന്ന ഷാജിയോട് പെരുമാറി. ശരിയാണ്, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, ഞാൻ എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് മാപ്പ് തരണം എന്ന് പറഞ്ഞ വലിയ മനസ്സ്. അവിടെ നമുക്ക് മനസ്സിലാവും ഷാജിയും ഈ പറയുന്ന ഈ നജില അല്ലെങ്കിൽ മസൂറ ഫാത്തിമ എന്ന് പറയുന്ന ആ ഒരു യൂട്യൂബ് ചാനലിന്റെ ഓണർ നജിലയുടെയും സ്വഭാവം ഇതേ എളിമയോടുകൂടി എന്തായിരുന്നോ ഈ നജില എന്താണ് അതേ രീതിയിൽ കീപ്പപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ പറയുന്ന നിങ്ങളുടെ പടച്ചവൻ നിങ്ങൾക്ക് നല്ലത് തന്നെ വരും. അതുപോലെ തന്നെ അവരെ സഹായിച്ച ഓരോരുത്തർക്കും നന്മയുണ്ടാകുമെന്ന് കാരണം അവരുടെ ആ സന്തോഷം കാണുമ്പോൾ ഈ നജിലയുടെ സന്തോഷം, ആ കുട്ടികളുടെ സന്തോഷം ഒക്കെ കാണുമ്പോൾ മനസ്സിൽ നല്ല കുളിർമ തോന്നുന്നുണ്ട്. സഹായിച്ച ഓരോരുത്തർക്കും, സഹായിക്കാൻ ക്യാഷ് ഇല്ലെങ്കിൽ അവർക്ക് വേണ്ടി ദുആ ചെയ്ത, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും അതിന്റെ നന്മയുണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മനസ്സിലായോ? അതോടൊപ്പം നമുക്ക് ആ ഒരു വീഡിയോയും കൂടി കാണാം. ഞാൻ അവിടെ നിങ്ങളൊന്ന് കണ്ടു നോക്ക്. അവരുടെ സന്തോഷം, ആ വീടിന്റെ ഭംഗി, എല്ലാവരുടെയും ഈ സഹായിച്ച എല്ലാവരെയും കൂടെ നിർത്തിക്കൊണ്ട് അല്ലെ, എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു നജിലയുടെ ആ ഒരു വീഡിയോ കൂടി നമുക്കൊന്ന് കാണാം. അസ്സലാമലൈക്കും. ദാ വീടിന്റെ ഫൈനൽ ലുക്ക് കണ്ട നോക്ക്. ഇതാണ് എൻ്റെ വീട്. ഞാൻ നിങ്ങളുടെ അടുത്ത് ഇതുവരെ കാണിച്ചു തരാത്തെന്താണെന്നറിയാമോ, ഇന്നലെ രാത്രിയും പണിയുണ്ടായിരുന്നു. അൽഹംദുലില്ലാ. നോക്ക്, നമ്മൾ സാധനങ്ങൾ രാവിലെ ഞാൻ തുടച്ചൊക്കെ ഇട്ട് പിന്നെ ആദ്യം വീടിൻ്റെ ഫ്രണ്ട് കാര്യങ്ങൾ കാണിച്ചു തരാം. നമ്മൾ ആദ്യം ഈ ഫ്രണ്ട് മാത്രമേ ചെയ്തിട്ടുള്ളൂ, ബാക്കി ഭാഗങ്ങളെല്ലാം ഒന്നും ചെയ്തിട്ടില്ല, പൂശിയിട്ടില്ല. കാരണം അറിയാമല്ലോ അവസ്ഥ. പിന്നെ ഇത് അടുക്കളയിലെ കിച്ചണിലെ വെള്ളം വീഴുന്ന സ്ഥലമാണ്. മോള് മാറിയെന്നാണ് വന്ന. ഇത് കണ്ട ജനലെല്ലാം ഒന്ന് പെയിൻ്റ് അടിച്ച്, ഫ്രണ്ട് ആ കതവ് മാത്രമേ പോളിഷ് ചെയ്തോളൂ. നോക്ക്, സ്റ്റെയറൊന്നും ചെയ്തിട്ടില്ല. ബേക്ക് ഭാഗമൊക്കെ ആ പൈപ്പൊക്കെ പിടിച്ച് കെട്ടിയിരിക്കണുണ്ട്, അതിലൊന്ന് സിമൻറ്റ് ഇടണം. ഈ സിമൻറ്റ് മുകളൊന്നും ബേക്ക് ഭാഗം ഇതൊക്കെ നമുക്ക് ഓരോരുത്തർ തന്ന കതവുകളാണ്. അൽഹംദുലില്ലാ. ജനലൊക്കെ ഇവിടെ ഇട്ട് പണിഞ്ഞത് തന്നെ. ഇതൊക്കെ ഒന്ന് പെയിൻ്റ് അടിച്ച്, ജസ്റ്റ് ഒന്ന് പെയിൻ്റ് അടിച്ച്, അത്രയേ ഉള്ളൂ. പിന്നെ ഇത് നമ്മുടെ സൈഡ് ഭാഗം, അന്ന് ആ ബാത്റൂമിൻ്റെ ഇത് കണ്ടില്ലേ, അത് മണ്ണിട്ടൊക്കെ നികത്തി ഇവിടേക്ക് അരിഞ്ഞിറക്കി. ഇത് ഇവിടെയൊന്നും ചെയ്തിട്ടില്ല. ഫ്രണ്ട് കണ്ടല്ലോ. മസർ മോളെ അകത്തോട്ട് കയറ്, ഗ്രില്ല് പതുക്കെ തുറ. ഇതൊക്കെ ഇന്നലെ രാത്രി 1:30. മക്കൾ ഈ ബക്കറ്റ് ഇടുവോ എന്നെ വലിച്ച് അടയ്ക്കല്ലേ മക്കളെ. ഇത് കണ്ട നമ്മളെ സിറ്റ് ഔട്ടിൻ്റെ ടൈല് നോക്ക്, ഈ കളറ്. മക്കളെ ഈ വാതപ്പടി ചവിട്ടല്ലേ, ഇപ്പോൾ പെയിൻ്റ് അടിച്ചതേ ഉള്ളൂ. കണ്ട, ഇതാണ് ഫ്രണ്ട്. സ്വിച്ച് ബോർഡൊക്കെ വെച്ച് എന്തല്ല കോളിംഗ് ബെല്ല് കേൾക്കണ്ടേ സൗണ്ട് നിങ്ങൾക്ക്? കണ്ട, ലൈറ്റൊക്കെ ഇട്ട് എല്ലാം ഇട്ട്. ഇതാ ലൈറ്റ് ട്യൂബാണ് ഇട്ടേക്കുന്നത്, കണ്ടില്ലേ? അൽഹംദുലില്ലാ. ഇവിടെ എല്ലാം ഇടാം. മക്കൾ ഈ വാതപ്പടി ചവിട്ടല്ലേ വന്ന കണ്ട, നമ്മുടെ അകത്ത തറയെല്ലാം ചെയ്തിട്ടുണ്ട്. അൽഹംദുലില്ലാ. നല്ല ടൈലല്ലേ, മാഷാ അല്ലാഹ്. നോക്ക്, ട്യൂബുണ്ട്, മുകളിൽ പർഗോള അതിലുണ്ട്. ഇതെൻ്റെ മക്കൾ ആഗ്രഹപ്രകാരം ഒരു മോഡൽ വെച്ചതാണ്. അവർക്ക് ലൈറ്റ് വേണമെന്ന് പറഞ്ഞ് ഇങ്ങനെതാ ടോപ്പിലൊക്കെ ലൈറ്റ് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കഷ്ടമാവ വെച്ച് തന്നതാണ്. പിന്നെ ഇത് നമ്മുടെ ഹാള്. കയറി വരുന്നത് ഹാളിലോട്ടാണ്. മുത്തുമോനൊക്കെ നിൽക്കുന്നുണ്ട. ആ ബാത്റൂമിൽ കൊണ്ടുപോയിക്കളെ ബക്കറ്റ്. പിന്നെ ആ ചെരുപ്പ് കൊണ്ടുവന്ന ബാത്റൂമിൽ. ഇത് നമ്മുടെ ഇവിടെ ഒരു വാഷ് ബേസിനുണ്ട്. നില്ലുമോളെ, നമ്മുടെ ബാത്റൂം കാണിച്ചു തന്നില്ലല്ലേ നിങ്ങൾക്ക്? ഇതാണ് ബക്കറ്റ്. അങ്ങ് പോയി വെച്ചിട്ട് ഇറങ്ങി വാ. വെള്ളത്തിൽ ചവിട്ടല്ലേ അവിടെ? വെള്ളത്തിൽ ചവിട്ടാതെ ഇറങ്ങ്. ഞാൻ ഫാൻ വെച്ചിട്ടുണ്ട് ബാത്റൂമിൽ. അത് ഫാനിൻ്റെ ബാത്റൂം കണ്ടില്ലേ നിങ്ങളെ? ടൈൽ വർക്കൊക്കെ, ഷവറ്, പുതിയ ബക്കറ്റും കപ്പൊക്കെ വെച്ച് നമ്മൾ രാവിലെ ഇവിടെ ഞാനും എൻ്റെ സഹോദരനും കൂടെ
നോക്ക് ബാത്റൂം കൊള്ളൂലേ? കതവ് കാണിച്ചുതരാം. ഫാൻ ഓഫ് ചെയ്യാം. ഇതാ നോക്ക്, പിന്നെ മാറിയില്ലോ എന്നാ കണ്ട ബാത്റൂമിന്റെ അടുത്ത ലുക്ക്. ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട് അൽഹംദുലില്ലാ. ഇതൊക്കെ നമുക്ക് കതവുകളാണ്, ഇതൊക്കെ കുറച്ച് പോയി, എന്നാലും കുഴപ്പമില്ല അൽഹംദുലില്ലാ. വീട്ടിനകത്തതല്ലേ. നമുക്ക് ഈ റൂമും ബാത്റൂമും അടുക്കളയാണ് നമ്മൾ ആദ്യം ചെയ്തത്. കാരണം ആദ്യം ഒരു എനിക്ക് പൈസ അയച്ച് തന്നിട്ടുണ്ടായിരുന്നു തറ വർക്കിനുള്ള. പിന്നെ മാമ ഉംറയ്ക്ക് പോയിട്ട് വന്നതിന് ശേഷം ആണ് ഈ ഹാളും സിറ്റ് ഔട്ടും ചെയ്തത്. നമ്മൾ സിമന്റ് ഇടാന്ന് പ്ലാൻ ഇട്ടാണ്. മോൾക്ക് ഈ അഡിനോയിഡിന്റെ പ്രശ്നങ്ങൾ പറയില്ലേ, സൗണ്ട് അടപ്പ്. അതുകൊണ്ട് വീടിനകം എല്ലാം അൽഹംദുലില്ലാ പൂർത്തിയായിട്ടുണ്ട്. എയർ ഹോളൊക്കെ നോക്ക് റൗണ്ടാണ്, കൊള്ളൂലേ? മാഷാ അല്ലാഹ്. നിങ്ങൾ പറയും ഇത് ഫ്രണ്ട് മാത്രം നമ്മൾ പോളിഷ് ചെയ്ത് ജനലടിച്ചിട്ടുണ്ട്, ബാക്കി ജനലൊക്കെ പെയിന്റ് അടിക്കണില്ല. നോക്ക് ഒരു സ്ലാബ് ഉണ്ട്, നമുക്ക് അലമാരയൊന്നും ഇല്ല. ഇത് രണ്ടാമത്തെ ഈ 2 റൂമിന്റെ നടുക്കിനായിട്ട് കോമൺ ആയിട്ടാണ് ബാത്റൂം. പിന്നെ ഒന്നിലും തൊടലേ തന്നെ, അപ്പോഴൊക്കെ പെയിന്റ് അടിച്ചേ ഉള്ളു. ഇത് നമുക്ക് ഈ കതവും നമുക്ക് കിട്ടിയതാണ്. എൻ്റെ കയ്യിലൊക്കെ പെയിന്റ് ആയി, ഇതൊക്കെ ഇനി ഇളക്കണം. ഇത് നമ്മുടെ ഒരു റൂമാണ്. 2 റൂമാണ് നമുക്ക്. കണ്ട ഈ റൂമിലായിരിക്കും ഇൻഷാ അല്ലാഹ് നമ്മൾ കിടക്കണത്. ഫ്രണ്ട് റൂമിൽ നമുക്ക് അറിയില്ല എങ്ങനെയൊക്കെയാണ്. ഞങ്ങൾക്ക് നിസ്കരിക്കാനൊക്കെ ഫ്രണ്ട് റൂം എടുക്കാമെന്നാണ് വിചാരിച്ച. മക്കളെ ഞാനും എല്ലാവരും കൂടെ ഒരുമിച്ച് ഇൻഷാ അല്ലാഹ് അവിടെ നിസ്കരിക്കാമെന്ന് വിചാരിച്ച്. മുത്തുമോനെയൊക്കെ നിസ്കാരത്തിലൊക്കെ കൂടെ നിർത്തണം. അവരൊരു സുജൂദ് ചെയ്താലും അത് കുഴപ്പമൊന്നുമില്ല. പിന്നെ മോട്ടർ പറഞ്ഞില്ലേ, മോട്ടർ ഒരു ആളിന്റെ, നമ്മുടെ സ്വന്തത്തിലെ തന്നെ ഒരാളിന്റെ വകയാണ്. അൽഹംദുലില്ലാ. ഇത് നമുക്ക് എന്ത് നിയ്യത്തിലാണ് തന്നത്.